കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ടും യുവതിയെയും കുട്ടിയെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ ആളിനെ തിരുവല്ല പോലീസ് അറസ്റ്റ് ചെയ്തു. കുമ്പനാട് സ്വദേശി വിനോദിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ടു നിരന്തരം ഭാര്യയെ പീഡിപ്പിച്ചയാൾ 12-കാരനായ മകന്റെ ദേഹത്തേക്ക് ഡീസൽ ഒഴിച്ചതിനും യുവതിയെയും കുട്ടിയെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനും രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഒരാൾ തിരുവല്ല പോലീസിൽ പിടിയിലായത്. കുമ്പനാട് കിഴക്കേ വെള്ളക്കര കണ്ണാട്ടുതറയിൽ വീട്ടിൽ വിനോദ് ആണ് അറസ്റ്റിലായത്. ഇയാളുടെ ഭാര്യ കൊച്ചാലുമൂട് അഴയാനിക്കൽ ആര്യ രാജനാണ് പരാതിക്കാരി. ഇരുവരും 2010 മുതൽ ഭാര്യ ഭർത്താക്കന്മാരെ കഴിഞ്ഞു വരികയാണ്. കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ട് പ്രതി യുവതിയെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചതിനെ തുടർന്ന് പിണങ്ങി മാറി മകനെയും കൂട്ടി ഇരുവരും നെല്ലിമല അഴയനിക്കൽ വീട്ടിൽ താമസിച്ചു വരവെ ഈ വർഷം ഫെബ്രുവരി 17 രാത്രി 9:30 വീടിന് സിറ്റൌട്ടിൽ നിന്ന് യുവതിയെയും മകനെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ ശേഷം മകന്റെ ദേഹത്തും സിറ്റൌട്ടിലും ഡീസൽ ഒഴിക്കുകയായിരുന്നു. യുവതിയുടെ പരാതിയെ തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്ത തിരുവല്ല പോലീസ് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തെ തുടർന്ന് പ്രതിക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരുന്നു. പോലീസ് ഇൻസ്പെക്ടർ എസ് സന്തോഷിന്റെ മേൽനോട്ടത്തിൽ SI സുരേന്ദ്രൻ പിള്ളയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം എറണാകുളം കാക്കനാട് കല്ലറപ്പടിയിൽ നിന്നും പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. പ്രതിയുടെ നിരന്തര പീഡനം കാരണം മകനെയും കൂട്ടി കുടുംബ വീട്ടിൽ പോയതിലുള്ള വിരോധത്താലാണ് ഇയാൾ വീട്ടിലെത്തി ആക്രമണം നടത്തിയത്. അകന്നു കഴിഞ്ഞ കാലയളവിൽ യുവതിയുടെ ഫോണിലേക്ക് നിരന്തരം വിളിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും അത്തരത്തിലുള്ള സന്ദേശങ്ങൾ അയക്കുകയും ചെയ്തു വന്നതായി അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. മറ്റു നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അന്വേഷണ സംഘത്തിൽ SCPO സുശീൽ, CPOമാരായ അവിനാഷ് വിനായകൻ, ടോജോ ജോസഫ് എന്നിവരാണ് ഉണ്ടായിരുന്നത്.